2002 മാർച്ച് 14-നാണ് സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനി ഇതേപോലെ ബഹിരാകാശ പരിവേഷണങ്ങൾക്കും റോക്കറ്റ് നിർമ്മാണത്തിനും ഒക്കെയായി ഇലോൺ മസ്ക് ആരംഭിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രജിൻ, 2002 എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ബഹിരാകാശ ശാസ്ത്രം അത് ഇത്രയധികം കാര്യങ്ങൾ നടക്കുമെന്ന് നമ്മൾ ചിന്തിക്കാത്ത കാലത്ത് 1/4 നൂറ്റാണ്ട് മുൻപ് അത് ചിന്തിച്ച ധിഷണാശാലിയായ ഒരു വ്യക്തി തന്നെയാണ് ഇലോൺ മസ്ക്. അക്കാര്യത്തിൽ എന്തായാലും അദ്ദേഹം ഒരു അഭിനന്ദനം അർഹിക്കുന്നു. 2026 അവസാനത്തോടുകൂടെ ചൊവ്വ ദൗത്യം യാഥാർത്ഥ്യമാകുമെന്നാണ് ഇപ്പോൾ സ്പേസ് എക്സ് മേധാവി നമ്മളോട് കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞത്. ടെസ്ലയുടെ ഓപ്റ്റിമസ് റോബോട്ടും സ്റ്റാർഷിപ്പ് ബഹിരാകാശ വാഹനത്തിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ലാൻഡിംഗ് വിജയകരമായാൽ 2029 മനുഷ്യരെ ചൊവ്വയിൽ ഇറക്കാനായേക്കുമെന്ന് മസ്ക് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ മസ്കിൻ്റെ ആ ഒരു പ്രഖ്യാപനം വീണ്ടും അടുത്ത ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസിലേക്ക് ഉറ്റുനോക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. അടുത്ത വർഷം അവസാനം ഒപ്റ്റിമസിനെയും വഹിച്ചുകൊണ്ട് സ്റ്റാർഷിപ്പ് ചൊവ്വയിലേക്ക് പുറപ്പെടും. ഈ ലാൻഡിംഗ് വിജയകരമായാൽ 2029 തന്നെ മനുഷ്യ ലാൻഡിംഗ് ആരംഭിച്ചേക്കാം. എന്നാൽ 2031 ഇത് കൂടുതൽ സാധ്യതയെന്ന് മസ്കിൻ്റെ ആ ഒരു എക്സിലെ കുറിപ്പ്. അത് ഇനിയും ബഹിരാകാശ മേഖലയിൽ എത്രത്തോളം ലോകം മുന്നോട്ട് പോകും, ഒപ്പം തന്നെ ISROയുടെ വളർച്ച, മറ്റു രാജ്യങ്ങളുടെയൊക്കെ റോക്കറ്റുകൾ വിക്ഷേപിക്കാനായി നമ്മൾ ISRO ഉപയോഗിക്കുന്നു. അതേ നമ്മുടെ വാണിജ്യ മേഖലയിൽ എത്രത്തോളം റവന്യൂ ജനറേഷനും നമ്മുടെ ബഹിരാകാശ മേഖലയിൽ നമുക്ക് എത്രത്തോളം അതിരുകൾ ഭേദിച്ചുള്ള യാത്രയും ഒക്കെ സമ്മാനിക്കും എന്ന് നമ്മൾ ഉറ്റുനോക്കുന്ന ഈ ഒരു സമയത്ത് എന്തായാലും ഈ യാത്ര വളരെ വിജയകരമായിരുന്നു. ഇത്തരമൊരു സാധ്യത ഈ രംഗത്തുണ്ടാകാം എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ ഒരു സ്പേസ് ടൂറിസം എന്ന രീതിയിലൊക്കെ ചിന്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിനായി സ്പെഷ്യൽ വെഹിക്കിൾ ഉണ്ടാക്കുക, സ്പേസ് ക്രാഫ്റ്റുകൾ ഉണ്ടാക്കുക എന്നൊക്കെ ചിന്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്ഷെ ഞാൻ അദ്ദേഹത്തിലെ ബിസിനസ്സുകാരനെ മറ്റൊരു രീതിയിൽ പറഞ്ഞു തരട്ടെ. കാരണം ഇതിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ദൗത്യത്തിൽ നമ്മുടെ ഇലോൺ മസ്ക് ഇൻവോൾവ് ആയത് എന്ന് വളരെ ലളിതമായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ ബോയിങ് എന്ന് പറയുന്ന മറ്റൊരു പ്രൈവറ്റ് കമ്പനിയാണ്. ബോയിങ്ങും നാസയും തമ്മിൽ ടൈപ്പ് ഉണ്ട്. ഈ സ്പേസ് എക്സും നാസയും തമ്മിൽ ടൈപ്പ് ഉണ്ട്. അവരുടെ കൊമേഴ്ഷ്യൽ പ്രോഗ്രാമിൻ്റെ ഭാഗമാണ് ഈ ടൈപ്പുകളെല്ലാം. അത് എല്ലാ ബഹിരാകാശ ഏജൻസികളും നടത്തുന്നതുമാണ്. എന്താണ് സംഭവിച്ചത്? ബോയിങ്ങിൻ്റെ വാഹനം, അതാണ് സ്റ്റാർ ലൈനർ, അതിനാണ് തകരാറുണ്ടായത്. അതിലാണ് സുനിത വില്യംസും ബുഷ് വിൽമോറും പോയത്. പക്ഷേ ബോയിങ്ങിന് ആ തകരാറ് പരിഹരിക്കാൻ കഴിയാതെ പോകുന്നു. ബോയിങ് ഒരു പ്രൈവറ്റ് ബഹിരാകാശ കമ്പനിയാണ്. ആ സ്ഥാനത്ത് ഇലോൺ മസ്ക് വരികയാണ്. ഇലോൺ മസ്ക് വന്നിട്ട് പറയുകയാണ്, ഇവരെ കൊണ്ടുവരാൻ ഞാൻ എൻ്റെ ഒരു വാഹനം ഇറക്കാം. ആ തന്ത്രപരമായ നീക്കമാണ്. അതായത് ആ ബോയിങ്ങിനുണ്ടായിരുന്ന ആ ഒരു സ്പേസ് കൂടി തൻ്റേതാക്കി മാറ്റാനുള്ള ഒരു ബിസിനസ്സുകാരനായ ഇലോൺ മസ്കിൻ്റെ കൃത്യമായ ഇടപെടൽ, അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ വളരെ വ്യക്തമായി തന്നെ അത് ക്ലിയറാണ്. ആ ഒരു സ്പോട്ടിൽ സ്പേസ് എക്സ് ഇടപെടുകയാണ് ബോയിങ്ങിൻ്റെ സ്പേസിലേക്ക് വന്നിട്ട്. ബോയിങ് ഒരു പക്ഷേ അത് റെക്ടിഫൈ ചെയ്തോ അല്ലെങ്കിൽ പുതിയ പേടകം അയച്ചോ ഒക്കെ സുനിതയും ബുഷ് വിൽമോറിനെയും തിരികെ കൊണ്ടുവരാം. പക്ഷേ ആ സമയത്താണ് സ്പേസ് എക്സ് നാസയുമായി ടൈപ്പായിട്ട് പറയുന്നത്, നമ്മളൊരു പേടകം അയക്കാം, നമ്മൾ പേടകം അയച്ച് സ്പേസ് എക്സിൻ്റെ പേടകത്തിൽ ഈ പറയുന്ന ബോയിങ്ങിൻ്റെ പേടകത്തിൽ അങ്ങോട്ട് പോയ ആളെ തിരികെ എത്തിക്കാൻ ബോയിങ്ങിന് കഴിയാതെ വരുമ്പോൾ സ്പേസ് എക്സിൻ്റെ ഒരു പേടകം പോയി തിരികെ അവരെത്തിച്ചു കഴിഞ്ഞാൽ ക്രെഡിറ്റ് എന്തായിരിക്കും എന്ന ഒരു തിരിച്ചറിവ് കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ പുതിയൊരു പേടകം ഉണ്ടാക്കാൻ എന്തായാലും സ്പേസ് എക്സിനും കഴിഞ്ഞില്ല എന്നത് മറ്റൊരു വിഷയമാണ്. അവിടെയാണ് നമ്മുടെ ട്രംപിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. ട്രംപ് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തീരുമാനമില്ലാതെ പോകാൻ കഴിയില്ല, എത്രയും പെട്ടെന്ന് സുനിതയെയും ബുൽമോറിനെയും തിരികെ ഭൂമിയിലേക്ക് എത്തിക്കണം, പുതിയ പേടകമൊന്നും ഉണ്ടാക്കണ്ട, അല്ലാതെ മറ്റു വഴികളുണ്ടോ എന്ന് ഒരു ചോദ്യം എറിയുന്നു. അത് ഈ കഴിഞ്ഞ 2 മാസം മുൻപാണ്. അങ്ങനെയാണ് പുതിയ പേടകമൊന്നും വേണ്ട, പഴയ പേടകമായ ഡ്രാഗൺ എന്ന് പറയുന്ന പേടകത്തിൽ പുതിയ ടീമിനെ അങ്ങോട്ട് അയക്കുന്നതും പഴയ ഡ്രാഗണിൽ സുനിതയും മറ്റു 3 പേരും തിരികെ ഭൂമിയിലേക്ക് എത്തിയതും. ശരി പ്രജിൻ, എന്തായാലും വളരെ നന്നായി കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വിവരിച്ചു തന്നു. അതൊരു ദീർഘസമയമായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇനി പ്രജിൻ കുറച്ചു നേരമൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കുക. ഒപ്പം തന്നെ എന്തായാലും നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ രാജ്യങ്ങളാണല്ലോ ഈ റോക്കറ്റുകളും ബഹിരാകാശ പര്യവേഷണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അതിനപ്പുറമായി സ്വകാര്യ കമ്പനികൾക്കും സ്വകാര്യ വ്യക്തികൾക്കും ഒക്കെ ഇതിലൊരു റോൾ ഉണ്ട് എന്ന കണ്ടെത്തൽ, അവരുടെ ഒരു പങ്കാളിത്തം, ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മളിങ്ങനെ വിസ്മയിച്ച് നിൽക്കുകയാണ്. ഇനിയും വരാനുള്ള ഒരുപാട് യാത്രകളുണ്ട്, ഒരുപാട് ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യങ്ങളിലേക്കൊക്കെ നമ്മൾ ഉറ്റുനോക്കുകയാണ്. താങ്ക് യു സോ മച്ച് പ്രജിൻ.